ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർടെക് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗെയിം കൺട്രോളറിനെ കുറിച്ചാണ്. ഞാൻ റീസെൻ്റായിട്ടൊരു ഗെയിം കൺട്രോളർ, ഒരു ഗെയിം പാഡ് പർച്ചേസ് ചെയ്തു. പ്ലേ സ്റ്റേഷനൊക്കെ വാങ്ങിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് കിട്ടാനില്ല. അതുപോലെ അത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ഗെയിം പാഡ് ഓർഡർ ചെയ്തു. ഒരു സിംഗിൾ പീസാണ് ഗെയിം പാഡ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് കോസ്മിക് ബൈറ്റ്സ് എയ്ഡ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പം ഇതൊരു വയർലെസ് കൺട്രോളറാണ്. ഇത് നമുക്ക് വിൻഡോസ് PC-യിൽ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ ആമസോണിൽ പേജിൽ. ബട്ട് ഞാനിതെല്ലാത്തിനും ട്രൈ നോക്കി. മൊബൈലിൽ ട്രൈ നോക്കി, ആൻഡ്രോയിഡ് TV-യിൽ ട്രൈ നോക്കി, PC-യിൽ ട്രൈ നോക്കി, ലാപ്ടോപ്പിൽ ട്രൈ നോക്കി. എല്ലാത്തിലും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. PC-യിലാണ് കൂടുതലും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തത്. നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സുകളിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഗ്രാഫിക്സ് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്, സ്ലോ ആവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിയത് എൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ റീസെൻ്റായിട്ട് വാങ്ങിച്ചു. ആ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വളരെ സ്മൂത്തായിട്ട് ഈ കൊടുത്തേക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനാണ് ബാക്കിൽ നിങ്ങൾ കാണുന്നത്. അപ്പം HDMI വഴി ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ TV കൊടുത്തിട്ട് ആണ് ഞാനിപ്പോൾ ഗെയിം കളിച്ച് നോക്കിയത്. ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു ഗെയിം കൺട്രോളർ. അതുപോലെ ലാപ്ടോപ്പും ഒരു ഹൈ പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഗ്രാഫിക്സ് കാർഡൊക്കെ എക്സ്റ്റേണൽ വരുന്ന ലാപ്ടോപ്പ് ആയതുകൊണ്ട് നല്ല പെർഫോമൻസാണ് ഇതിൽ കളിക്കാൻ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇത് ഒരു എക്സ്ബോക്സിൻ്റെ ഒരു ഗെയിം കൺസോൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗെയിം കൺട്രോളർ വരും, അല്ലെങ്കിൽ ഗെയിം പാഡ് വരും. എക്സാക്ട് ഡിറ്റോ ആണ് ഡിസൈനും അതിൻ്റെ ബട്ടൺസും എല്ലാം. ഞാൻ കാണിക്കാം. ജസ്റ്റ് മുന്നേ എൻ്റെ ബോക്സ് ഒന്ന് ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫോട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 12 മണിക്കൂർ ഇതിനകത്ത് ഇൻബിൽട്ട് ബാറ്ററിയാണ് വരുന്നത്. 700 mAh ഒരു ബാക്കപ്പുള്ള ബാറ്ററിയാണ്, ആ ഒരു ബാറ്ററിയാണ് വരുന്നത്. അത് 12 മണിക്കൂർ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, കുറേ ലൈറ്റ്സ് ഒക്കെ കാണിക്കാൻ. ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ. അതുപോലെ ബാക്ക് ലൈറ്റ്സ് പറഞ്ഞാണ് ടെർബോ ഫംഗ്ഷൻ. ഞാനൊരു ഗെയിമറല്ല, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്പെക്സ് പറയാം. ഒരു ടെർബോ ഫംഗ്ഷൻ ഒരു ബട്ടണുണ്ട്, ടെർബോ ബട്ടണുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് ഗെയിം എൻ ബട്ടൺ ആണ് ഇവർ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. വിൻഡോസ് ഡിവൈസിന് വേണ്ടിയുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ USB-C കണക്ടിവിറ്റിയാണ്. നമ്മളുടെ ഈ ഒരു കൺസോളിനകത്ത് തന്നെയാണ് ബാറ്ററി ഇരിക്കുന്നത്. നമ്മൾ USB-C കേബിൾ ഉപയോഗിച്ചിട്ട് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമുക്കത് റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വൈബ്രേഷൻ എഫക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ സോണി പ്ലേ സ്റ്റേഷൻ്റെ ഡുവൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളറുണ്ട്. അതിൽ നമുക്ക് വൈബ്രേഷനും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട്. അതുപോലുള്ള ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടും. പിന്നെ അപ് ടു 8 മീറ്റേഴ്സാണ്. 8 മീറ്റേഴ്സ് വരെ നമുക്ക് വയർലെസ് കവറേജിൽ ദൂരെ ഇരുന്ന് വരെ നമുക്ക് കളിക്കാൻ പറ്റും ഗെയിംസ്. അപ്പോൾ ഈ ഒരു ബോക്സ് പറഞ്ഞേക്കുന്നത് വിൻഡോസ് ഡിവൈസ് മാത്രമേ കണക്ടിവിറ്റി ഉള്ളൂ. പക്ഷേ ഞാൻ എല്ലാത്തിലും ട്രൈ ചെയ്ത് നോക്കി. ആൻഡ്രോയിഡ് TV MI ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. MI ബോക്സിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. പക്ഷേ MI ബോക്സ് നമ്മുടെ വലിയ ഗെയിമുകളൊന്നും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പെക്സ് ഒന്ന് വായിക്കാം. ഡുവൽ അനലോഗ് ട്രിഗർ ആൻഡ് ബമ്പേഴ്സ്. ഇത് ഗെയിമിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എന്താണെന്നുള്ള മനസ്സിലാകും. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു ബേസിക് ഗെയിമറാണ് ഞാൻ. പിന്നെ അതിനോടൊരു കേബിൾ USB-C കേബിൾ വരുന്നുണ്ട്. അതിന് 1 മീറ്റർ ലെങ്ത് ഉള്ളൊരു കേബിളാണ്. LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബാക്ക് ലൈറ്റ്, LED ആക്ഷൻ ബട്ടൺസ് ഉണ്ട്, 12 ന്യൂമറിക് ബട്ടൺസ് ഇൻക്ലൂഡിങ് സ്റ്റാർട്ട്, സെലക്ട്, ഹോം. അതുപോലെ തന്നെ റബ്ബറൈസ്ഡ് ടെക്സ്ചർ സ്റ്റിക്സ് ഫോർ എൻഹാൻസ്ഡ് ഗ്രിപ്പ് ഉണ്ട്. വിൻഡോസിൻ്റെ എക്സ്ബോക്സ് പോലത്തെ ഒരു ഗെയിം സ്റ്റിക്കാണെന്ന രീതിയിലുണ്ട്. ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ റാപ്പിഡ് ഫയർ വിത്ത് ടർബോ ഉണ്ട്, ആൻഡ് അൾട്രാ പ്രിസൈസ് ക്രോസ് വിത്ത് 8-way D-pad ഉണ്ട്. 8-way D-pad 2 എണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു. 2 സൈഡിൽ ഞാൻ കാണിക്കാം. ആൻഡ് എസെൻട്രിക് 360 അനലോഗ് സ്റ്റിക്ക് ഫോർ മോർ കംഫോർട്ട്. 700 mAh ലിഥിയം പോളിമർ ബാറ്ററി ഫോർ അപ് ടു 12 hours ഗെയിമിംഗ് ടൈം. ചാർജിങ് ടൈം വരുന്നത് 3 മണിക്കൂറാണെന്നത് എഴുതിയിട്ടുണ്ട് അവർ. 2.5 to 3.5 hours. ബട്ട് ഞാൻ കൂടുതൽ റിവ്യൂവിൽ കണ്ടത് 3 മണിക്കൂറിനുള്ളിൽ ഇത് ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കോസ്മിക് ബൈറ്റ് എയ്ഡ്സ് വയർലെസ് കൺട്രോൾ ഫോർ PC എന്നാണ് ഇതിൻ്റെ പേര് വന്നേക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. 1699 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഡിവൈസ് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ പ്രോഡക്റ്റ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ARS
നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ എപ്പോഴും ഫുൾ ടൈം കത്തിക്കിടക്കും, വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ ഈ സൈഡിൽ ലൈറ്റ്സ് ഉണ്ട്, കണ്ടില്ലേ? ഈ ലൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഈ ഒരു ബാക്ക് ബട്ടണും പ്രസ് ചെയ്ത് ഇതിലും പ്രസ് ചെയ്തോ ഈ ലൈറ്റ് ഓഫ് ആവും. ബാറ്ററി സേവിങ് ആണ്. അതുപോലെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി പാഡ് ആ കൺട്രോൾ സ്വിച്ച് ഓഫ് ആവും. അതുപോലെ ഇതിനകത്ത് ഇത് ഡി പാഡാണെന്ന് തോന്നുന്നു, എനിക്കെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. ഇതും ഡി പാഡാണെന്ന് തോന്നുന്നു. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഉള്ളൊരു ബട്ടണുണ്ട്. പിന്നെ ടർബോ എന്നൊരു സ്വിച്ച് ഉണ്ട്, ഓട്ടോ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പവർ ബട്ടണാണ്, ഈ ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കും. ഇത് സ്റ്റാർട്ട് ബാക്ക് 2 ബട്ടൺസ് ഉണ്ട്. പിന്നെ നമ്മൾ ഗെയിമുകളിലൊക്കെ നൈട്രോ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണിത്. നൈട്രോ കൊടുക്കാനുള്ളതും. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ ഗെയിമിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ ഈ 2 സൈഡിലും ഉണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഹാപ്റ്റിക് ഫീഡ്ബാക്കും വൈബ്രേഷനൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, റേസിംഗ് ഗെയിം പ്ലേ ചെയ്തപ്പം. ഇനി ഏത് ഗെയിമിനാണെന്ന് കറക്റ്റ് അറിയില്ല, ഞാനത് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബട്ടൺസ്. പിന്നെ ഒരു ബാക്ക് നോക്കുവാണെങ്കിൽ ഒരു USB-C, അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. USB-C ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ, മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് ജസ്റ്റ് ഗെയിം പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു എക്സ്റ്റേണൽ ഒരു ലാപ്ടോപ്പിലാണ് ഞാനിപ്പോൾ തൽക്കാലം ഇത് കണക്ട് ചെയ്തേക്കുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇതൊരു USB ഡോങ്കിൾ 2.4 GHz വയർലെസ് കണക്ടിവിറ്റിയാണ് ഇതിന് വരുന്നത്. ഇതുണ്ടല്ലേ, ഇതുപോലൊരു ഡോങ്കിളാണ് ഇതിന് വരുന്നത്. നമ്മൾ ജസ്റ്റ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ മാത്രം മതി, വേറൊരു കോൺഫിഗറേഷനോ വേറൊരു സോഫ്റ്റ്വെയറോ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുതിയൊരു ഗെയിം ലാപ്ടോപ്പ് വാങ്ങി. ഇത് പവലിയൻ്റെ AMD Ryzen 5600H എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ പെർഫോമിംഗ് പ്രോസസ്സർ വരുന്നൊരു മോഡലാണ്. 144 ഹെർട്സിൻ്റെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നെ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡോങ്കിൾ. ജസ്റ്റ് ഡോങ്കിൾ കണക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് കണക്ട് ചെയ്ത ശേഷം ഇത് രണ്ടും തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയറാവും. അപ്പോൾ പെയറായി കഴിയുമ്പോൾ നമുക്കത് ഗെയിം ഓപ്പൺ ആവുന്നത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗെയിം കൺട്രോൾ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വഴിയാണ് ഞാൻ ഈ ഗെയിം ലോഡ് ചെയ്തേക്കുന്നത്. HDMI വഴി, എൻ്റെ അതിനകത്ത് HDMI പോർട്ടുണ്ട്, അതുവഴി ഞാനിത് കണക്ട് ചെയ്തേക്ക് വേണം. നമുക്കിപ്പോൾ ഗെയിം ലോഡ് ചെയ്യുമ്പോൾ നമുക്കിത് ജസ്റ്റ് കൺട്രോളർ വഴി കളിച്ച് നോക്കാം. നമുക്ക് ഈ ഗെയിമിലുള്ള എല്ലാ മെനുവും നമുക്ക് ഈ കൺട്രോൾ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് B പ്രസ് കഴിഞ്ഞാൽ എല്ലാം ബാക്ക് പോകും, കണ്ടില്ലേ? ബാക്കിന് B, സെലക്ട് ചെയ്യാൻ വേണ്ടി Aയും നമുക്ക് അതുപോലെ X ഉപയോഗിക്കാം, കണ്ടില്ലേ? ഇവിടെ കാണിച്ചു തന്നുണ്ട് X. നിങ്ങൾ ആ ഗെയിം കൺട്രോളറിലെ X ബട്ടൺ പ്രസ് ചെയ്യുക, അത്രയ്ക്ക് ഇത് PC ആയിട്ട് സിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. നമുക്ക് ഇഷ്ടമുള്ള ഗെയിം ഈ D പാഡ് വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ D പാഡ് കണ്ടില്ലേ? അപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അവിടെ A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം സെലക്ട് ആവും. പിന്നെ നമുക്ക് X കൊടുത്താൽ നെക്സ്റ്റ് പോവും. എളുപ്പം നമുക്കൊരു മൗസിൻ്റെ ഒരു കീബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് D പാഡ് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർ സെലക്ട് ആവും. അതുപോലെ തന്നെ X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സെലക്ട് ആവും. ഇപ്പം ആ ഗെയിം ലോഡിംഗ് ആണ്. ഇതിപ്പോൾ ഞാൻ ഈ മൊബൈൽ ഒറ്റ കയ്യിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കളിക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ D പാഡാണ് നമുക്ക് റൈറ്റും ലെഫ്റ്റും പോകുന്നത്. കണ്ടില്ല, ഈ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഇതുണ്ടല്ലേ, റൈറ്റ് D പാഡ് ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ റൈറ്റും ലെഫ്റ്റും വേണ്ടി കോൺഫിഗർ ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ബട്ടണൊക്കെ മാറ്റി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു നൈട്രോ വേണ്ടി ഇപ്പം ഞാനിപ്പോൾ ഓവർ സ്പീഡിന് പോകാൻ വേണ്ടി നൈട്രോ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അതുപോലെ കണ്ടില്ലേ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് നൈട്രോ ആവും. അങ്ങനെ ഈ ഒരു ഗെയിമിന് കളിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പം അങ്ങനെയാണിത് ഗെയിമിന് കളിക്കുന്നത്. നമുക്കിത് ആൻഡ്രോയിഡ് TV, MI ബോക്സ്, ഫയർ സ്റ്റിക്കിന് നമുക്കൊരു അഡീഷണൽ കേബിൾ വേണ്ടി വരും, സ്പ്ലിറ്റർ വേണ്ടി വരും. പിന്നെ അതുപോലെ മൊബൈൽ, മൈക്രോ USB സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ, USB-C സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലെല്ലാം OTG കണക്ടർ വഴി നമുക്കിതിൻ്റെ ഡോങ്കിൾ അതിൻ്റെ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. എല്ലാം വർക്കിംഗ് ആണ്, പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇത് എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും, ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂസും ഇല്ല. പിന്നെ നമ്മുടെ ഇതുപോലുള്ള ഗെയിം ആഷ്ഫാൾട്ടിൻ്റെ 9 പോലുള്ള ഗെയിം കളിക്കാനുള്ള ഹാർഡ്വെയർ സപ്പോർട്ട് MI ബോക്സിനൊന്നും ഉണ്ട്. എന്നാലും അത് ഭയങ്കര മോശം ഒരു എക്സ്പീരിയൻസ് ആണ് ഗെയിം കളിച്ചപ്പം കിട്ടിയത്. പക്ഷേ കൺട്രോളർ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്.
ഞാൻ എങ്ങനെയാണ് ഇനി ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ MI ബോക്സിൽ കണക്ട് ചെയ്ത് കളിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ മൊബൈലിലും എങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കുക എന്നുള്ളത് കാണണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കൂടുതൽ സമയമെടുത്ത് ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ ഇതേക്കുറിച്ച് പറയാനായിട്ട്. ഞാൻ കാരണം ഗെയിമറല്ല, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അധികം ഗെയിംസ് ഞാൻ കളിച്ചിട്ടുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എനിക്ക് പറയാൻ. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.